മീനെല്ലാം നല്ല വെട്ടി ക്ലിയറാക്കി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ നെയ്യുണ്ട് കേട്ടോ ഇതിന്. ഇത് മൊത്തം നെയ്ക്കട്ട പോലെ കിടക്കുന്നു. ഉണ്ടാക്കി വരുമ്പോൾ എന്തരോ ആവോ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. ഇതതിന് വേണ്ട സാധനങ്ങളാണ്: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കുറച്ച് കായപ്പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, സബോള. നമുക്കിനി ഇതുണ്ടാക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പുളി കഴുകി നമുക്കൊരു പാത്രത്തിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് അവിടെ ഇടാം. ചൂടുവെള്ളമാണേ. ചട്ടി അടുപ്പിൽ വെച്ചു. ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്നുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടുന്നുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വെട്ടത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മളിങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ആറ്റുമീനൊക്കെ വാങ്ങിക്കുമ്പോൾ, ഉളുമ്പുള്ളതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പുറത്ത് വെച്ചാണ്. അപ്പം പുറത്തൊരു വേറൊരു അടുക്കള നമ്മൾക്കുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ വെക്കുന്നത്. അതുകൊണ്ടാണ് വെട്ടത്തിനൊരു ചെറിയ വിഷയം വന്നിരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ. ഇട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതേ ഒരു വേറെ രീതിയിലുള്ള അടുപ്പായതുകൊണ്ട് നമുക്ക് നിൽക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇങ്ങനെ മേക്കോ എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. എങ്കിലും എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സബോളയൊക്കെ ഒന്ന് വാടിയാൽ മതി. നമുക്കിനി എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മല്ലിപ്പൊടി ഇടുന്നില്ല. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മീൻകറി ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് ഈ വെള്ളം പിടിച്ച പോലെ ഇരിക്കും. ഇതിനി ഒന്ന് മൂത്ത് വരട്ടെ. വെള്ളം പിടിച്ച പോലെ അല്ല, വെള്ളം വിട്ട് കിടക്കത്തില്ലേ, അതിൻ്റെ ആ കുറുകലൊക്കെ മാറി മണ്ടയ്ക്ക് ഇങ്ങനെ ഈ പച്ചവെള്ളം ഒഴിച്ച പോലെ കിടക്കും മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിന് നമ്മൾ മീൻകറിക്ക് മല്ലിപ്പൊടി ഇടാറില്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ അരപ്പെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ, നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ വാള പീസിനെ എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വാള എടുത്ത് ഇതിനകത്തേക്ക് ഇടാം. ഇത് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് നമ്മുടെ മീനെല്ലാം വെന്ത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് കറിവേപ്പില ഇടാം. ഭയങ്കര നെയ്യാണ്. നമ്മൾ മീൻ കഷ്ണം എല്ലാം ഇട്ട് ഇത് വേഗം വെക്കുവാണ്. നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് വേണം വാങ്ങാനായിട്ട്. എന്തായാലും ഇത് വിട്ടിരുന്ന് സെറ്റാകട്ടെ. തിളച്ച് കയറി വരുന്നതേ ഉള്ളൂ. നമുക്കിവനെ അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് വിട്ടിൽ നിന്ന് വേകട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആടി സക്കെ നല്ല സെറ്റപ്പ് രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. പീസൊക്കെ വെന്തിട്ടുണ്ട്. മീനിന് വലിയ വേവില്ല. ഇനി നമുക്കിനകത്ത് കരിയാപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. പുളിയൊക്കെ ആണെങ്കിലും വെളിച്ചെണ്ണ. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം നേരത്തെ പിച്ചി കീറി വെച്ചേക്കുന്നത്.
ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് നിർത്തിയിടാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് കാണിക്കാമേ. നമ്മൾ തീ ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, അടച്ച് വെച്ചേക്കാം. അടിപൊളിയായിട്ട് ഇതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ അതിൻ്റെ ആ ഇത് ഭംഗി അറിയത്തുള്ളൂ. ചാറൊക്കെ നല്ല കുറുകിയ ചാറാണ്. അപ്പം നമുക്കൊരു ഇത് തണുത്തിട്ട് നോക്കാം. മീൻകറിയുടെ ഫൈനൽ നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നമ്മൾ വെട്ടത്തോട്ട് വെച്ചതാണ്. ഇതുണ്ട്, ഇതെല്ലാം കാണുന്ന എണ്ണയൊന്നുമല്ല കേട്ടോ, അതിൻ്റെ നെയ്യാണേ. ഇതാണ് ആറ്റുവാളക്കറി. നമുക്ക് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് പാത്രത്തിലോട്ടൊന്ന് വെച്ച് നോക്കാം. ഞാൻ ഈ സംഭവം കഴിക്കത്തില്ല കേട്ടോ, എങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടാണേ. കണ്ടോ എന്നെ കളറാന്ന് വയ്ക്കേ. ഇതുണ്ട, ഇതാണ് ആറ്റുവാള. നല്ല പച്ചക്കപ്പ കുഴച്ച് വേവിച്ചതും ഈ മീൻ പീസും ഉണ്ടെങ്കിൽ അടിപൊളി.